ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നോ? അപ്പൊ ഇന്ന് നമുക്ക് എന്റെ ഒരു ബിസിനസ് ഞാൻ ചെയ്തുന്ന ഒരു സൈഡ് ഇൻകത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഏതൊരാൾക്കും ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബിസിനസ് ആണ് മാക്സി ബിസിനസ് അല്ലെങ്കിൽ ക്ലോത്തിങ് ബിസിനസ്. ഈ ഹോൾസെയിൽ ആയിട്ട് നിറയെ സ്ഥലത്ത് ഇപ്പൊ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ സ്റ്റെപ്പും, അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് അറിയുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതെന്തായാലും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ വളരെ വലിച്ചു നീട്ടാതെ ഞാൻ പറയാം, ഞാൻ മാക്സിയുടെ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓഫ്ലൈൻ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്ന കളക്ഷൻസ് എന്റെ വീട്ടിൽ നിന്ന് തന്നെ സെയിലായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വേറൊരു കാര്യം കൂടെ പറയാം, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പൊ എന്റെ അമ്മ ഒരു ടൈലറാണ്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനാണ് കൂടുതലായിട്ട് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് ക്ലോത്തുകൾ മുഴുവൻ അവിടെയാണ് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടക്കം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന തുണി അവിടെ തന്നെ പോവാണ്, സ്റ്റിച്ച് ചെയ്ത് നല്ല മോഡല് ഡിഫറെന്റ് ടൈപ്സ് മോഡലുകളിൽ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സെയിലായി പോവാണ്. ഓൺലൈനേക്ക് ഇതായിപ്പോ ഞാൻ ഈ ഒരു 1 വീക്കിനുള്ളിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് എന്റെ ബിസിനസിന്റെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയാനായിട്ട് എനിക്കുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ക്ലോത്തിങ് മാക്സി ബിസിനസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ പലതരം കാര്യങ്ങളും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു മാക്സി ബിസിനസ് ആണെങ്കിൽ എന്തായിരുന്നാലും. അപ്പൊ ഞാൻ എന്റെ മാക്സി ബിസിനസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്, ഒന്ന്, നിങ്ങൾ ഏത് ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഉറപ്പുവരുത്തണം. ഇപ്പൊ നിങ്ങൾ ക്ലോത്ത് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ആളെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലാണെന്ന് നിങ്ങൾ ആദ്യം ഒരു ഗോള് സെറ്റ് ചെയ്യുക. അപ്പം ഒരു ലോങ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഇതാക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കണം. മനസ്സിലൊരു ഐഡിയ ഉണ്ടാക്കുക. എനിക്ക് ലോങ് ടൈമിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ, പിന്നെ എന്റെ അമ്മ നല്ലൊരു ടൈലറാണ്. 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ അമ്മയ്ക്ക്. സോ അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ, അമ്മ ഒരു നല്ല ടൈലറും കൂടെ ആയതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് കേട്ടോ. ക്ലോത്ത് സെയിൽ ചെയ്യുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലാണെന്നുള്ള ഒരു ഗോള് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി തുടങ്ങാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാക്സി ബിസിനസ് തന്നെയാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും മാക്സി ആവശ്യമുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തുടങ്ങാൻ എളുപ്പമുള്ള ഒരു ബിസിനസ് ആയിട്ട് ഞാൻ പറയാണ് മാക്സി ബിസിനസ് ആണ്. അതായത് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ഇൻകം ആഗ്രഹിക്കുന്നവർക്കും പറ്റിയതാണ് കേട്ടോ. അപ്പൊ ഏത് ബിസിനസ് ചെയ്യുന്നതിന് തീരുമാനിച്ചു, ഞാൻ മാക്സി ബിസിനസ് ആണ് ചെയ്യാൻ തീരുമാനിച്ചത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ ക്ലോത്ത് എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്നൊക്കെ അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മളെ തൊട്ടടുത്തുള്ള സിറ്റിയിലൊക്കെ കിട്ടാനുണ്ട്, ഹോൾസെയിലായിട്ട് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി അത് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഇതുപോലെ ക്ലോത്തുകളൊക്കെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ടാവും, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പം എവിടുന്ന അവൈലബിലിറ്റി ഉള്ളതെന്ന് തീരുമാനിക്കുക, അന്വേഷിച്ച് വെക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ക്ലോത്തിൽ തന്നെ പലതരം ക്ലോത്തുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ ക്ലോത്തിന്റെ ക്വാളിറ്റി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ നമ്മളൊരു തുണി നമുക്ക് അറിയത്തില്ല, നമ്മളൊരു തുണി ഓർഡർ ചെയ്തു, തുണിയുടെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, നമ്മളത് സെയിൽ ചെയ്യുന്നു, ആൾക്കാർ കണ്ടു വാങ്ങിച്ചു, അവിടെ എത്തി ഒരു 1-2 വാഷിന് ശേഷം ആ ക്ലോത്ത് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും അവിടെ കിട്ടുന്നത്. നമ്മൾക്ക് എടുത്തുനിന്ന് പിന്നീട് ആൾക്കാർ വാങ്ങിക്കില്ല. ഓക്കെ, അതുകൊണ്ട് ക്ലോത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഏത് ടൈപ്പ് ക്ലോത്ത് ആണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുക. റെഡിമെയ്ഡ് നൈറ്റി ആണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ്, പലതരം ക്ലോത്തുകളുണ്ട്, കോട്ടണിന്റെ ഉണ്ട്, അജറക്കിന്റെ ഉണ്ട്, ഏത് തരമാണോ നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തീരുമാനിക്കുക. അത് അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്തെന്ന് പറയുന്നത്, എങ്ങനെ നമുക്കൊരു കൊറിയർ വന്നാൽ നമ്മൾ അയക്കും, പോസ്റ്റ് ഓഫീസ് വഴിയാണോ പ്രൈവറ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസ് വഴിയാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക.
എന്റെ അഭിപ്രായത്തിൽ പോസ്റ്റ് ഓഫീസാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളതും അവൈലബിൾ ആയതുള്ളതും പോസ്റ്റ് ഓഫീസ് തന്നെ ആയിരിക്കും നേരത്തെ എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഡീറ്റെയിൽസ് വെക്കുക. എങ്ങനെ കൊറിയർ അയക്കാം, എത്ര രൂപയാകും, ഈ വക കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പ്രൈസിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ അടുത്തുനിന്ന് ഒരു പ്രൈസിനായിരിക്കുമല്ലോ കിട്ടുന്നത്. നിങ്ങളുടെ ലാഭവും വെച്ച് കൊറിയർ സർവീസും കൂടെ അതും കൂടെ ഓക്കെ ആവുന്ന രീതിയിൽ ഒരു പ്രൈസ് നിങ്ങൾ കൺഫേം ചെയ്യുക. എന്നിട്ട് ഈ പ്രൈസും കൂടെ ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നതാണ്, ഇനി നമ്മൾ ഇതെല്ലാം സെറ്റായി കൊറിയർ അയക്കാനുള്ള കവർ വേണം. ഈ കവറും കൂടെ നമ്മൾ എവിടെ നിന്ന് അവൈലബിലിറ്റി ഉണ്ടെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതല്ലെങ്കിൽ 2-3 കവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു, ഒരു 5-6 കവറുകൾ കേട്ടോ. കാരണം പെട്ടെന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കൊടുക്കാൻ തയ്യാറാവണം. പിന്നെ കസ്റ്റമറുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അതായത് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ഇപ്പൊ തുടക്കത്തിലാണ് തന്നെ ഞങ്ങൾ ഇത്ര ക്ലോത്ത് വെച്ചാണ് തുടങ്ങിയത്, നിങ്ങളെ ക്ലോത്ത് കണ്ടിട്ട് അതിന്റെ റിവ്യൂ എനിക്ക് തരണമെന്നും, അല്ലെങ്കിൽ ഈ ക്ലോത്തിന്റെ പിന്നെ ഒരു ഇത്തിരി ഡിലേ ആവുന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവരുമായിട്ട് മാന്യമായ രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ കസ്റ്റമർ ആണ് നമ്മുടെ കിങ്. ഓക്കെ, അതുകൊണ്ട് കസ്റ്റമറിനെയാണ് നമ്മൾ നന്നായിട്ട് ഡീൽ ചെയ്യേണ്ടത്. നമ്മളെ കഷ്ടപ്പാടുകളൊക്കെ ഒരു സൈഡിലാണെങ്കിലും നമ്മൾ കസ്റ്റമറിനെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്തത്, ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറയാണ് ഏറ്റവും ബെസ്റ്റ്, ഇനി ഇത് എവിടെ സെല്ല് ചെയ്യും, ആദ്യം നിങ്ങൾ തുടങ്ങുന്നത് നിങ്ങളുടെ വാട്സപ്പ്, നിങ്ങളുടെ ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഇവർക്കെല്ലാം നിങ്ങൾ അറിയിക്കുക ഞാൻ ഇന്ന പോലെ തുടങ്ങുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നിങ്ങൾ വാട്സപ്പിൽ തന്നെ നിങ്ങൾ സ്റ്റാറ്റസുകൾ, നിങ്ങളുടെ ക്ലോത്തിന്റെ സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ ആൾക്കാരൊക്കെ വാങ്ങിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങാം. പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ കാലത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ബെസ്റ്റ് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ തന്നെയാണ്. നിങ്ങൾ അതിലെല്ലാത്തിലും ഓരോ പേജസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഫേസ് കാണിക്കണം എന്നൊന്നുമില്ല വീഡിയോസ് ചെയ്യുന്നതിന്, അതല്ലാതെയും കാണിക്കാം. അങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഇതുവഴിയൊക്കെ നിങ്ങൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ക്ലോത്തിനെ പരിചയപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് ഓർഡറുകൾ എന്തായാലും വരും. അപ്പൊ അതിൽ നിന്ന് ഏതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്, ക്ലോത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നത്, ഓർഡർ കിട്ടുന്നത് നോക്കിയിട്ട് അതിൽ പിന്നെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി നല്ല ജെനുവിൻ ആയിട്ട് നിങ്ങൾ ക്ലോത്തിന്റെ മാത്രമായിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസ്, ടിപ്സുകൾ, കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. വെറും ക്ലോത്ത് മാത്രമായി പോകാതെ അത് നമ്മളുടെ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റും ആൾക്കാരുടെ ട്രസ്റ്റ് ഒക്കെ നേടിയെടുക്കാൻ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങേണ്ടത്. വേറെ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, വേറെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നവര്, എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്, ഇനി എന്തെങ്കിലും കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിനി ഇങ്ങോട്ട് ബാംഗ്ലൂരേക്ക് എന്റെ ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചാലേ എനിക്കിനി ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓഫ്ലൈൻ ആയിട്ട് ഒരുപാട് ഇപ്പൊ ഓണം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സാധനങ്ങൾ എനിക്ക് അവിടെ എത്തിക്കണം. അപ്പൊ അതൊക്കെ ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ